EP ജയരാജൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വലിയ വിജയം ഉണ്ടാകുമോ? മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റെങ്കിലും കൂടുതൽ നേടി അധികാരത്തിൽ തുടരുമെന്നാണ്. തീർച്ചയായും അതൊരു യാഥാർത്ഥ്യമായിരിക്കും. UDF ഒക്കെ പക്ഷെ വലിയ അവർ ഇതിനകം തന്നെ ജയിച്ചു കഴിഞ്ഞു എന്നാ പറയുന്നത്. അവർക്ക് വേറെന്താ പറയാൻ വഴി? അവര് രക്ഷപ്പെടാനുള്ള വഴി തേടുകയാണ്. കേരളം ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിലേക്ക് വരും. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി വന്ന് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിക്കുന്നു. അദ്ദേഹമൊന്നും പക്വത എത്തിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയല്ല. ഈ നാട് അറിയാത്ത മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി പറയാം. കേരളത്തിലെ ജനങ്ങൾ അത് കേട്ട് സഹിക്കില്ല. പലയിടത്തും പ്രചരണം ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയും പോറ്റിയെ കയറ്റിയ പാട്ടും ഒക്കെ തന്നെയാണ് പല കേന്ദ്രങ്ങളിലും. ഒന്നും പറയാനില്ലാത്തവർ വിളിച്ചു പറയുന്ന മുദ്രാവാക്യമാണത്. കേരളത്തിന്റെ വികസനമാണ് നമ്മുടെ മുമ്പിൽ. 3.5 കോടി മലയാളികളുടെ ക്ഷേമമാണ് കേരളത്തിന്റെ പ്രശ്നം. ആ കാര്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നയിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. വയനാട് പുനരധിവാസം ഇനിയും പൂർത്തിയാക്കാൻ തുടങ്ങാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് സർക്കാരിന്റെ ഭാഗത്താണ് വീഴ്ചയെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇപ്പോഴും കോൺഗ്രസിന്റെ തെറ്റുകളും അവർ വാഗ്ദാന ലംഘനങ്ങളും ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണം മാത്രമാണത്. അതുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത്. എത്ര സീറ്റ് കിട്ടും ഈ ഘട്ടത്തിൽ? EP-യുടെ ഒരു പ്രവചനം എന്താണ്? എണ്ണമല്ല പ്രശ്നം. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, നിലവിൽ ഉള്ളതിനേക്കാളും ഒന്നെങ്കിലും വർദ്ധിക്കുമെന്ന്. അതാണ് യാഥാർത്ഥ്യം. ഈ കണ്ണൂരൊക്കെ പാർട്ടി കോട്ടകളിൽ തന്നെ വിമതർ വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അസാധാരണമാണത്. അവിടെയൊക്കെ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഒരു പ്രശ്നവും ഇവിടെയില്ല. കണ്ണൂരാണ്. കണ്ണൂരിന്റെ പ്രത്യേകതകളുണ്ട്. എന്നും ആ പ്രത്യേകത ഉയർത്തിപ്പിടിച്ച നാടാണിത്. ആ നാടിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കും.